തിരുവനന്തപുരം കഠിനംകുളം കൊലപാതകത്തിൽ പ്രതി ജോൺസൺ ഔസേപ്പിന്റെ നടുക്കുന്ന മൊഴി പുറത്ത്. ലൈംഗിക ബന്ധത്തിന് ഏർപ്പെട്ട ശേഷമാണ് ആതിരയെ കൊലപ്പെടുത്തിയതെന്ന് ജോൺസൺ പോലീസിനോട് പറഞ്ഞു. ഷർട്ടിൽ ചോര പുരണ്ടതിനാൽ ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ച ശേഷമാണ് മടങ്ങിയതെന്നും മൊഴിയിലുണ്ട്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി. അജീഷ്, നിരന്തരം സാമ്പത്തിക ചൂഷണം നടത്തിയിരുന്നു, നേരത്തെ തന്നെ വ്യക്തമായതാണ്. ഈ കൊല്ലുന്നതിന് ദിവസങ്ങൾക്ക് മുൻപും പണം വാങ്ങിയിരുന്നു. സകലവിധമായ ചൂഷണങ്ങളും പൂർത്തിയാക്കിയ ശേഷമാണ് കുത്തിക്കൊന്നത് എന്നല്ലേ കുറൂരിന്റെ മൊഴി? അജീഷ്, ആശ്മി, അങ്ങനെയാണ് ഈ ജോൺസൺ ഔസേപ്പ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇന്നലെയാണ് ഇയാളെ കോട്ടയം കുറിച്ചിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ചിങ്ങവനം പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇയാൾ കഴിഞ്ഞ ഒരു മാസം, അതായത് ജനുവരി 7 വരെ ഈ കോട്ടയത്തുള്ള ഈ വീട്ടിലായിരുന്നു ഹോം നേഴ്സായി ജോലി ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് ഇയാൾ പെരുമാതുറയിൽ എത്തുന്നത്. ഈ കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് പെരുമാതുറയിൽ ഒരു ലോഡ്ജിൽ മുറിയെടുക്കുന്നു. അതിനുശേഷം ഈ ചൊവ്വാഴ്ച കൊലപാതകം നടന്ന ദിവസം രാവിലെ ആതിര വിളിച്ചതനുസരിച്ചിട്ടാണ് ഇയാൾ ഈ വീട്ടിലേക്ക് പോകുന്നത്. ബൈക്കില്ലായിരുന്നു, അതുകൊണ്ട് നടന്നാണ് രാവിലെ 6:30 ഇയാൾ കത്തിയുമായി പോയതും. ഈ പോയതിനു ശേഷം ഈ വീടിന്റെ പരിസരത്ത് തന്നെ പതുങ്ങി നിൽക്കുന്നു. 8:30 ആതിരയുടെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ ആതിര സ്കൂൾ ബസ് കയറ്റി വിടുന്നു. അതിനുശേഷമാണ് ഈ മുൻവശത്ത് കൂടി തന്നെ അകത്തേക്ക് കയറുന്നത്. അകത്തേക്ക് കയറിയതിനു ശേഷം ആതിര കുടിക്കാൻ ചായ ഇട്ട് കൊടുക്കുന്നു. ഈ സമയം അടുക്കളയിൽ പോയ സമയം കത്തി കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു വെക്കുകയാണ്. പിന്നീട് ഇരുവരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അതിനുശേഷമുണ്ടായ ഒരു തർക്കത്തിലാണ് ആതിരയെ കൊലപ്പെടുത്തിയതെന്നാണ് ജോൺസൺ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഈ കൊലപാതകം നടന്ന സമയത്ത് ഈ ജോൺസൺ ഉപയോഗിച്ചിരുന്ന ഷർട്ടിലും ചോര വീണിരുന്നു. ആ ഷർട്ട് ജോൺസൺ കൈകളാക്കി മാറ്റിയിട്ട് ഭർത്താവ് രാജീവിന്റെ, ആതിരയുടെ ഭർത്താവ് രാജീവിന്റെ മറ്റൊരു ഷർട്ട് എടുത്തിട്ടുകൊണ്ടാണ് ഇയാൾ പുറത്തേക്ക് പോകുന്നത്. 9:30 മുമ്പ് ഇയാൾ ആതിരയുടെ സ്കൂട്ടറുമായി ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ഇയാൾ പല സ്ഥലങ്ങളിലും ഒളിവിൽ കഴിഞ്ഞിരുന്നതായാണ് പോലീസ് പറയുന്നത്. ഈ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനായി ഇയാൾ പെരുമാതുറയിലെ ലോഡ്ജ് മുറിയിൽ ഇയാളുടെ ഒരു ID കാർഡ് ഉപേക്ഷിച്ചിരുന്നു. അത് എറണാകുളത്തെ ഇയാളുടെ വിലാസമുള്ള ഒരു ID കാർഡായിരുന്നു ഉപേക്ഷിച്ചിരുന്നത്. അതിനുശേഷമാണ് പോലീസ് ഇയാളെ കണ്ടെത്തുന്നത്. ഇപ്പോൾ പ്രാഥമികമായി മൊഴിയെടുത്തതും ഇപ്പോൾ ആരോഗ്യനില മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ന് തന്നെ കഠിനംകുളത്തെത്തി വിശദമായി ചോദ്യം ചെയ്യും. അജീഷ് ജയകുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കൊല്ലപ്പെടുന്നതിന് മുൻപ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷമാണ് കൊലപാതകം നടത്തിയതെന്നടക്കമുള്ള ഞെട്ടിക്കുന്ന മൊഴിയാണ് പ്രതി ജോൺസൺ ഔസേപ്പ് പോലീസിനോട് പറയുന്നത്.